ശ്യാം, എന്താ ശ്രീ? മോൾ ഉറങ്ങുന്നില്ല. ഒന്ന് വന്ന് കൊച്ചിനെ നോക്കോ. എനിക്കാണെങ്കിൽ നല്ല ക്ഷീണവും തലവേദനയുണ്ട്. ഇന്നലെ ഉറക്കം ശരിയായില്ല. എനിക്കൊന്ന് ഉറങ്ങണമായിരുന്നു. അല്ലേ, പെറ്റ പെണ്ണുങ്ങൾ ഈ സമയത്തൊക്കെയാണ് കിടന്ന് ഉറങ്ങുന്നത്. എന്റെ വീട്ടിൽ നിന്നൊന്നും പറഞ്ഞു പഠിപ്പിച്ചില്ലേ വെച്ചേ? അമ്മ അവളത് ഇന്നലെ വന്നല്ലേ ഉള്ളൂ. എടാ, ഞാൻ പറഞ്ഞത് എന്താ? ഞാനും അത് തന്നെയല്ലേ പറഞ്ഞത്. ഇവൾ 6 മാസം അവളെ വീട്ടിൽ പോയി നിന്നതല്ലേ. അവളെ അമ്മ പെറ്റതല്ലേ. അവർക്ക് ഇതൊക്കെ പറഞ്ഞു കൊടുത്തുകൂടായിരുന്നു? അമ്മ ഞാൻ പോയി കുഞ്ഞിനെ നോക്കട്ടെ. എടാ, ഞാനെന്താ തമാശ പറയുന്നതാണോ നീ വിചാരിച്ചത്? എടാ, ഇവരൊന്നും ഈ സമയത്ത് ഉറങ്ങാൻ പാടില്ല. 1 വയസ്സ് വരെ അതൊക്കെ ശ്രദ്ധിക്കണം. കുഞ്ഞിന് കേടാന്ന്. പിന്നെ കുഞ്ഞുങ്ങൾ അവരിങ്ങനെയൊക്കെ തന്നെയാ. ചിലപ്പോൾ ഉറങ്ങും, ചിലപ്പോൾ ഉണർന്നിരിക്കും. ഇതൊക്കെ അമ്മമാരല്ലേ ശ്രദ്ധിക്കേണ്ടത്. എന്തിനാടി ഇതൊക്കെ ആണുങ്ങളെ വലിച്ചടിക്കുന്നത്? ഇവനെ കൊണ്ട് ഒരാഴ്ച ലീവ് അടിപ്പിച്ചതേ തെമ്മാടിത്തരമാണ്. ഞാൻ വീട്ടിലുണ്ടായിരുന്നപ്പോ ഇങ്ങനെ തന്നെയാ. കുഞ്ഞെന്നെ രാത്രി ഉറങ്ങാൻ സമ്മതിക്കാറില്ല. അപ്പൊ ഞാൻ പകലാ ഉറങ്ങാറ്. ആ സമയത്ത് എന്റെ അമ്മയും അനിയനാ കുഞ്ഞിനെ നോയിക്കൊണ്ടിരുന്നത്. എനിക്ക് ഉറക്കമൊന്നും വേണ്ടേ? ഓഹോ, തെമ്മാടിത്തരമൊക്കെ കാട്ടിക്കൂട്ടിയിട്ട് കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ച ആയ സമാനം പറയൂടി. എടി, ഞാനും 2 പെറ്റതാ. ഞാൻ എല്ലാം വളർത്തുന്ന എങ്ങനെയൊന്നും പഠിച്ചിട്ടൊന്നുമല്ല ഈ 2 വളർത്തി ഇത്ര ആക്കിയത്. കേട്ടല്ലോ? പിന്നെ കുറച്ചൊക്കെ ഉറക്കം ഒന്ന് കൺട്രോൾ ചെയ്യാൻ പഠിക്കുന്നു. പോ. പറയടാ. ഞാൻ പോരാ. ആ ശരി. എടാ, ഞാൻ ഇറങ്ങാം. എന്റെ പൊന്ന് ശ്രീകുട്ടി, നീ കൊച്ചിന്റെ കരച്ചിൽ എങ്ങനെയെങ്കിലും ഒന്ന് നിർത്ത്. ഇവിടെ ഉറങ്ങാൻ പറ്റുന്നില്ല. ആളെ ഓഫീസിൽ പോവാളാ. നിനക്ക് മാത്രം ഓഫീസിൽ പോയാൽ മതിയോ? എനിക്കിവിടെ ഒരു പണിയില്ലേ? ഞാൻ ഇങ്ങനെ പാതിരാത്രി മുഴുവൻ ഉറങ്ങാതിരുന്നിട്ട് രാവിലെ ഇവിടുത്തെ ജോലി മുഴുവൻ ചെയ്യണോ? എടി, നീ ദേഷ്യപ്പെടാനൊന്നും ചോദിച്ചൊന്നുമല്ല. ഞാൻ ജസ്റ്റ് കാര്യം ചോദിച്ചതാ. എടി, കുഞ്ഞിനെ പ്രസവിച്ചാൽ മാത്രം പോരാ, നന്നായിട്ട് നോക്കാൻ വേണ്ടേ? നീ എങ്ങനെയെങ്കിലും കുഞ്ഞിന്റെ കരച്ചിൽ മാറ്റാൻ നോക്ക്. ഞാൻ പുറത്തു പോയി കിടന്നോ. ഉറങ്ങുവച്ചേ. എന്താടി ഇന്നലെ രാത്രി കുഞ്ഞു കിടന്ന് കരയുന്നുണ്ടല്ലോ? നീ പാലൊന്നും കൊടുക്കാറില്ലേ? അമ്മേ, രാത്രി കുഞ്ഞിന് ഉറങ്ങി ശീലമായില്ലാന്ന് തോന്നുന്നു. പാല് കൊടുത്താലും കരച്ചില്ല. പിന്നെ ഇവിടെ മാറിയെടുക്കാനൊന്നും ആരും ഇല്ലല്ലോ. എടി, അമ്മയായി കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ തന്നെ. കുഞ്ഞു കരയാതെ നോക്കേണ്ടത് നിന്റെ കഴിവാ. പിന്നെ രാത്രി കുഞ്ഞിനെ ഉറക്കി ശീലിപ്പിക്കേണ്ടത് നിന്റെ കടമയാ. ഇതൊക്കെ നീ ശ്രദ്ധിക്കേണ്ടതല്ലേ? എടി, എനിക്ക് തോന്നണേ നിനക്ക് പാല് കുറവാണെന്നാണ്. നിന്റെ വീട്ടിൽ നിനക്ക് തിന്നാനൊന്നും തന്നില്ലേ? കൊച്ച് അതുകൊണ്ടായിരിക്കും കിടന്ന് കരയണത്. കുറെയൊക്കെ നിന്റെ കയ്യിലിരിപ്പുണ്ട്. നീ കുറച്ചൊക്കെ ശ്രദ്ധിക്കണം. കുഞ്ഞിന് അവന്റെ കളറുണ്ട്, അതും ഇല്ല. തടിയ, അതും കുറവ് തന്നെ. നമ്മളാ സുനിതേര കൊച്ചെ നല്ല ഉരുണ്ട് കൊഴുത്ത്. അതിനെ ആരോഗ്യം വേണം, എന്നാലേ അത് വല്ലതും ശരീരത്തിൽ കാണും. എല്ലാ പെണ്ണുങ്ങൾക്കും ആണെങ്കിൽ ഇത്തിരി പാലെങ്കിലും കാണും. ഇത് അതും ഇല്ലടി, അതും കുറവ് തന്നെ. എടി, കൊച്ചിനാണെങ്കിൽ രാത്രിയായി ഉറക്കവുമില്ല. നമ്മളെ കാലം പോലെയൊന്നും അല്ല. ഇവളുമാർക്ക് കുഞ്ഞിനെ ഒന്ന് കരച്ചിലടക്കാനോ അതിനെ ഒന്ന് അണച്ചുറക്കാനോ ഒന്നും അറിഞ്ഞുകൂടാ. പിന്നെ ആര് നോക്കാൻ? ആ ശ്യാം ഉള്ളത് കൊണ്ട് ഇങ്ങനെയൊക്കെ അങ്ങ് പോകും. എടി, ഇന്നലെ തന്നെ രാത്രി നല്ല പനി കുഞ്ഞിന്. ഒന്ന് മര്യാദയ്ക്ക് നോക്കിയിരുന്നെങ്കിൽ അത് വല്ലതും ഉണ്ടാവുമായിരുന്നു. പിന്നെ രാത്രി കാറും എടുത്തോണ്ട് ഡോക്ടറെ അടുത്ത് പോയി. അമ്മയെന്ന് പേരിനെ പറഞ്ഞുകൊണ്ട് നിന്നാൽ മതിയാ. അതിനെ ഒന്ന് നോക്കാനും അതനുസരിച്ച് നിൽക്കാനും പഠിക്കണ്ടേ? ഇനിയിപ്പോൾ പറഞ്ഞിട്ടെന്തോന്ന് കാര്യം. ശരിടി, ഞാൻ പിന്നെ വിളിക്കാം. ജോലി കിടക്കും. കുഞ്ഞോടെ ആൾ ഉറങ്ങി. നീ ഇപ്പൊ അടുക്കളയിൽ കഞ്ഞി എടുത്ത് വെച്ചിട്ടുണ്ട്. നീ അതെടുത്തോണ്ട് തരുന്ന കഴിക്കേ? അമ്മേ, കഞ്ഞിയോ? ഇവിടെ വന്ന അന്ന് മുതൽ ഞാൻ ഈ കഞ്ഞി കുടിച്ചോണ്ടിരിക്കുക. എനിക്ക് വേറെ എന്തെങ്കിലുമൊക്കെ കഴിക്കാനും ആഗ്രഹമൊക്കെ ഉണ്ട്. ഈ എപ്പോഴും ഇപ്പോഴുള്ള മരുന്നും കഞ്ഞിയും കുടിച്ച് ഞാൻ മടുത്ത്. എടി, ഇപ്പൊ നിനക്ക് നൂഡിൽസ് കഴിക്കണോ? എടി, അതൊക്കെ കഴിച്ചാൽ കുഞ്ഞിന് കേടാണ്. ഇപ്പൊ നിനക്ക് തരുന്ന അങ്ങ് കഴിച്ചാൽ മതി. പ്രഗ്നന്റ് ആകുന്ന സമയത്ത് പറഞ്ഞു ഡെലിവറി കഴിഞ്ഞാൽ നിനക്ക് ഇഷ്ടമുള്ള എന്തും കഴിച്ചോളാന്ന്. ഇപ്പൊ പച്ചവെള്ളം കുടിച്ചാലും പദ്യം ഒന്നാ പറഞ്ഞുകൊണ്ടിരിക്കണേ. എന്റെ വിശപ്പും ദാഹവും നിങ്ങൾ ആരും കാണുന്നില്ലേ? ശ്രീകുട്ടി, പ്രസവം കഴിഞ്ഞാ പിന്നെ നിന്റെ ഇഷ്ടമൊന്നും നോക്കാൻ പറ്റില്ല. കുഞ്ഞൊന്ന് വലുതാവുന്നവര് കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നോക്കണം. അതിന്റെ ആരോഗ്യത്തിന് വേണ്ടി വേണം ആഹാരം കഴിക്കേണ്ടത്.
കേട്ടല്ലോ, നീ എന്തെങ്കിലും മാരി വലിച്ച് കഴിച്ചാൽ അത് കുഞ്ഞിന് ഗ്യാസ് ഉണ്ടാക്കും. അതുകൊണ്ടാണ് പറയുന്നത്. നീ ഇപ്പൊ പോയി കഞ്ഞി കുടിക്കും. ഓ ശ്യാമ എങ്ങോട്ടാ? എടി മോൾ ഉറങ്ങിയാ? എവിടെ പോവാ? നീ മോൾക്ക് പാല് കൊടുത്തോന്ന്? എടി എന്താടി ഒന്നും വേണ്ടത്, നീ മോൾക്ക് പാല് കൊടുത്തോന്ന്? ആ കൊടുത്തു. ഞാൻ അങ്ങോട്ട് ചോദിക്കുന്നെന്ന് ശ്യാം കേൾക്കുന്നില്ലേ? മോള് കഴിച്ചോ മോള് കുടിച്ചോ എന്നല്ലാതെ എന്റെ കാര്യമൊന്നും അറിയണ്ടേ? നിനക്ക് വിശന്ന എടുത്ത് കഴിക്കാൻ നിനക്കറിയാം. എന്റെ മോൾ അതുപോലെ അല്ലല്ലോ. എടാ ഇന്നേ വിവേകിന്റെ മോന്റെ ബർത്ത്ഡേ, ഞാൻ അങ്ങോട്ട് പോവാ. ഓ ഇന്നായിരുന്നല്ലേ ഫംഗ്ഷൻ? അവന്റെ വൈഫ് എന്നെ പ്രത്യേകം വിളിച്ചതാ. എനിക്കാണെങ്കിൽ ഭയങ്കര ക്ഷീണം, ഇല്ലെങ്കിൽ ഞാൻ കൂടെ വന്നേനെ. ഈ കോലത്തില് ഈ വീപ്പക്കുറ്റി പോലെ നിന്നെ കൊണ്ട് ഞാൻ എങ്ങനെ അങ്ങോട്ട് പോകുന്നത്? എടി നീ ആദ്യം തീറ്റ കുറയ്ക്കണം. ഇപ്പൊ നിന്നെ കണ്ട ഭയങ്കര ബോറാണ്. എന്റെ അമ്മയെ പോലെ ഉണ്ട്. ഞാനെടുത്തത് തെറ്റായ തീരുമാനമായിരുന്നോ? ഒരു 3-4 വർഷമെങ്കിലും കഴിഞ്ഞ് കുട്ടി എന്ന തീരുമാനം എടുത്താൽ മതിയായിരുന്നു. പറയാം. അമ്മേ എന്താ? കുഞ്ഞ് ഉറങ്ങിയിട്ടില്ല, എനിക്കൊന്ന് കുളിക്കണം. കുഞ്ഞിനൊന്ന് നോക്കൂ. എടി കുഞ്ഞു ഉറങ്ങിയതിന് ശേഷം നിനക്ക് കുളിച്ചാ പോരെ? ഞാൻ ഫോൺ ചെയ്തോണ്ടിരിക്കല്ലേ. ശ്യാം വന്നോ? കുഞ്ഞിനൊന്ന് നോക്കോ, ഞാൻ ഒന്ന് പോയി കുളിച്ചിട്ട് വരട്ടെ. എടി എനിക്ക് ഒട്ടും സമയമില്ല, നീ അമ്മയുടെ കൂടെ. എനിക്ക് ഒരു മാച്ച് ഉണ്ട്, ഫ്രണ്ട്സ് അവിടെ വെയിറ്റ് ചെയ്യണം. അച്ഛൻ്റെ മോളി, അച്ഛൻ പോയിട്ട് വരാമേ. ശ്യാം, നമ്മൾ പരസ്പരം കുഞ്ഞിന്റെ കാര്യമില്ലാതെ മറ്റെന്തെങ്കിലും സംസാരിച്ചിട്ട് ഇപ്പൊ എത്ര നാളായി? എന്താ അങ്ങനെ ചോദിക്കുന്നത്? നമുക്കിപ്പോൾ അതിനല്ലേ സമയമുള്ളൂ. അപ്പൊ അവളെ കാര്യം നോക്കണ്ടേ? അങ്ങനെയല്ല, ഞാൻ നിനക്കിപ്പോൾ ഒരു അമ്മ മാത്രമായി മാറി. നിന്റെ സ്നേഹവും കരുതലും എല്ലാം കുഞ്ഞിന് മാത്രമായിട്ടാണ് നീ കൊടുത്തോണ്ടിരിക്കണേ. എന്നോടിപ്പോൾ വിശേഷങ്ങളൊന്നും ചോദിക്കാറില്ല, എന്നെപ്പറ്റി നിനക്ക് അറിയണ്ട. എൻ്റെ അടുത്തുള്ള സംസാരം മുഴുവൻ കുഞ്ഞിന്റെ കാര്യങ്ങൾ മാത്രമാണ്. എനിക്കതൊക്കെ ഇഷ്ടമാണ്. പക്ഷേ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒക്കെ നിന്റെ കെയർ ഞാനും ആഗ്രഹിക്കില്ലേ? എന്തു പറ്റി? നീ എന്തിനാ കരയുന്ന? കുഞ്ഞിന് എന്തെങ്കിലും പറ്റിയ? എനിക്ക് നല്ലൊരു അമ്മയാവാൻ പറ്റില്ല ശ്യാം. കുഞ്ഞു നിർത്താതെ കരയുമ്പോ എനിക്ക് വല്ലാത്ത വെറുപ്പൊക്കെ തോന്നുന്നേ. കൊച്ചിനെ ഇട്ടിട്ട് എങ്ങോട്ടെങ്കിലും ഇറങ്ങി പോവാൻ തോന്നും. അങ്ങനെയൊക്കെ ആലോചിക്കുമ്പോ എനിക്ക് എന്നോട് തന്നെ വല്ലാത്തൊരു വെറുപ്പ് തോന്നും. ഞാൻ ഒരു മോശം അമ്മയല്ലേ? നീ എന്തിനാ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നേ? നീ അവളെ നന്നായിട്ടല്ലേ നോക്കുന്നേ? അങ്ങനെ അല്ലടാ, എല്ലാരും സ്വന്തം കുഞ്ഞിനെ സന്തോഷത്തോടെ നോക്കുന്നേ. എനിക്ക് കുഞ്ഞിന് പാല് കൊടുക്കുമ്പോ പോലും ഭയങ്കര മടുപ്പാ. എനിക്ക് എന്റെ കുഞ്ഞിനെ നന്നായിട്ട് നോക്കാൻ കഴിയുന്നില്ല. എനിക്ക് എന്റെ കുഞ്ഞിനോട് ഒരു അല്പം പോലും സ്നേഹമില്ലാത്ത പോലെ എനിക്കിപ്പോ തോന്നുന്നേ. ഈ പാതിരാത്രി ഓരോന്ന് ആലോചിച്ച് മനസ്സമാധാനം കളയാതെ നീ വന്ന് കിടക്കാൻ നോക്കും. പാല് പൊങ്ങി കളയുന്നത് കണ്ടില്ലേ? നീ ഏത് ലോകത്താടി? അതെനിക്ക് നല്ല തലവേദന, ക്ഷീണവും ഉണ്ട്. നീ മരുന്ന് കഴിച്ചില്ലേ? അച്ഛന്റെ കുഞ്ഞെവിടെ? അച്ഛന്റെ പൊന്നെവിടെ? നമുക്ക് പോവാം.
ഇനി എൻ്റെ പാപ്പം കുടിച്ചു കേട്ടോ. അമ്മയടുത്ത് പറയാമേ. അത് ശരി. എടി നിനക്ക് 24 മണിക്കൂർ ഉറക്കം മാത്രമേ ഉള്ളൂ. എടി കൊച്ചിന് പാല് കൊടുക്കടി. ശ്രീകുട്ടി, ശ്രീകുട്ടി ഡി എണീക്കടി. ശ്രീ അമ്മേ അമ്മേ. അമ്മേ പറഞ്ഞതായിരുന്നു, വേറെ ആരെങ്കിലും നോക്കാം. നീ പോയി കിടന്നോ. കുഞ്ഞിനെ ഒന്ന് കൊണ്ട് കിടത്തടി ശിവ. അമ്മ നോക്കിക്കോളും, എനിക്ക് എന്റെ സ്മെല്ലൊന്നും പറ്റൂല. അതെന്താ നിനക്ക് പറ്റാതെ? നിനക്ക് എത്ര വയസ്സ്? 2 കൊല്ലം കഴിയുമ്പോ നീ വേറെ തന്നെ ഭാര്യയാണ്. അപ്പൊ നിനക്കൊരു കുഞ്ഞാവും. അപ്പൊ നീ ഇത് പറ്റില്ലെന്ന് പറഞ്ഞിരിക്കോ? കുഞ്ഞിനെ എടുക്കടി. എടാ, നീ എന്തിനാണ് മോളത്ത് ചൂടായത്? ശ്രീകുട്ടിക്ക് എന്താ പറ്റിയത്? അല്ല, ഡോക്ടർ എന്താ പറഞ്ഞു? കുഞ്ഞിന് എന്തെങ്കിലും കുഴപ്പം? കുഞ്ഞിനൊരു കുഴപ്പമില്ല. പക്ഷെ കുഴപ്പം കുഞ്ഞിന്റെ അമ്മയ്ക്കാ. അതിന്റെ കാരണം ഞാനും അമ്മ ഉൾപ്പെടെ എല്ലാവരും. എന്ത്? അമ്മ, എനിക്ക് ഒരുപാട് തെറ്റ് പറ്റിയിട്ടുണ്ട്. ഇത് എന്റെ ആദ്യത്തെ എക്സ്പീരിയൻസാ. പക്ഷെ അമ്മ 2 പ്രസവിച്ചല്ലേ. എന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അമ്മയ്ക്ക് അതൊന്ന് പറഞ്ഞു തന്നൂടായിരുന്നോ? ഞാൻ എന്ത് ചെയ്തിട്ട് നീ എന്റെ മേക്കിട്ട് കയറുന്നേ? പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ അമ്മ എന്താണെന്ന് കേട്ടിട്ടുണ്ടോ? പക്ഷെ ഇന്ന് ഞാൻ അറിഞ്ഞു. അമ്മ പ്രസവം കഴിഞ്ഞാൽ 100-ൽ 20% പെൺകുട്ടികൾക്ക് വരുന്നൊരു അവസ്ഥയാണ്. അവർ ആ അവസ്ഥയിൽ എത്തിക്കാതിരിക്കുക എന്നുള്ളത് ആ വീട്ടുകാരുടെ അവരെ കൂടെ നിൽക്കുന്ന സമൂഹത്തിന്റെ കാര്യമാണ്. എനിക്ക് ഇതിനെ പറ്റി അറിയില്ലായിരുന്നു. പക്ഷെ ഇന്ന് ഞാനത് പഠിച്ചു. നമ്മൾ എല്ലാവരും പഠിക്കണം. അമ്മേ, ഈ അവസ്ഥ അവളെ എത്തിയത് എന്റെ കുഞ്ഞിനെ പ്രസവിച്ചോണ്ടാ. അമ്മയുടെ പേരക്കുട്ടിയും അവളുടെ അമ്മ അവളെ നോക്കുന്നതിനെക്കാട്ടി നന്നായിട്ട് എന്റെ അമ്മയ്ക്ക് അവളെ നോക്കാൻ കഴിയുമെന്ന് എനിക്കറിയാം. എനിക്ക് മനസ്സിലായടാ, നീ വിഷമിക്കണ്ട. നമുക്ക് അവളെ നേരെയാക്കാം.